ഹായ് ഗൈസ്, ഞാൻ ഇന്നലെ 11:30 KSRTCക്ക് ബുക്ക് ചെയ്തിന് കേട്ടോ. സംഭവം കുറച്ച് ബ്ലോക്കാണ്ട് ലേറ്റ് ആയിട്ട് വന്നിന്, 12 മണിക്ക് വന്നിന് കേട്ടോ. ഈ വരുന്ന കേട്ടോ ഞങ്ങളെ വണ്ടി. അപ്പോൾ ഞങ്ങളതിൽ കയറി നോക്കുമ്പോൾ നല്ല തിരക്ക് കേട്ടോ, എല്ലാവരും ഇരിക്കില്ല സീറ്റിൽ. അപ്പോൾ ഞങ്ങൾ വെച്ച് ദൈവം ഇതിലെങ്ങനെ നമ്മൾ സീറ്റ് കണ്ടുപിടിക്കാമെന്ന്. ലാസ്റ്റ് ഒരു വന്ന് നമുക്ക് സീറ്റൊക്കെ സെറ്റാക്കി തന്നിട്ടാ. നോക്കുമ്പോൾ ചെക്കന്മാരെ നമ്മൾ പ്രാഗിനാവേ. അങ്ങനെ ഞങ്ങൾ ഒരു കുട്ടീനെ പരിചയപ്പെട്ടു കേട്ടോ. ഇവനെ കണ്ടപ്പോൾ എൻ്റെ ആൻറ്റീൻ്റെ മോനെ പോലെ തോന്നിയത്. അങ്ങനെ ഓനോട് സംസാരിച്ച് കാലം കഴിഞ്ഞ് കോഴിക്കോട് എത്തി പറയുമ്പോൾ ഒരു പുള്ളിക്കാരൻ കയറി. അപ്പോൾ ഓൻ്റെ സീറ്റില്ലാത്തതുകൊണ്ട് ഓൻ എണീറ്റ് പോയിട്ടാ. പിന്നെ അങ്ങനെ ഓരോ ഉറക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇരുട്ടി എത്തിയിട്ടാ. അപ്പോഴാണ് എൻ്റെ ഒരു കസിൻ്റെന്നു ഓൻ വന്നിന്നെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വരുമ്പോഴേക്ക് നല്ല ഇഷ്ടമായി. കാരണം രാത്രിക്ക് ഇങ്ങനെ പോകാൻ നല്ല സുഖമല്ലേ. എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ഞാനങ്ങനെ അധികം പോയിട്ടില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ വായ 2 സിനിമ കാണാൻ പോയപ്പോഴും ഞാൻ ഇങ്ങനെ വളാഞ്ചേരി കൂടെ നടന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞാനും ഓനും കൂടി ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇനി പോയി കഴിഞ്ഞാൽ കട്ടിലുണ്ട് ഞാൻ ഫ്ലാറ്റ് ആവും. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടോ. ഇനി ഞാനൊന്ന് ഉറങ്ങിയൊക്കെ എണീറ്റിട്ടൊക്കെ വരാം കേട്ടോ. ഞാനിതാ ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ കേട്ടോ. ഞാൻ ചോറും ചായയൊന്നും കുടിച്ചിട്ടില്ല. എനിക്കിപ്പോൾ ഇരുട്ടിക്ക് പോകണം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട്. അപ്പിക്ക് അതിന് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകണം. ഞാൻ ഈ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എനിക്ക് വിഷു ഇല്ല, വേറൊരു കാര്യം. പിന്നെ ആടെ വന്നാൽ എല്ലാവരും ചോദിക്കും എന്തപ്പോൾ വീട്ടിലേക്ക് പോകാത്ത, വിഷുവായിട്ട് ലീവ് കിട്ടിയില്ല എന്നൊക്കെ. അപ്പോൾ ആടെന്ന് അതിനുള്ള ആൻസർ കൊടുക്കുക വയ്യ. കാരണം 2 പ്രാവശ്യം അനുഭവം ഉണ്ട്. ഇത് കേട്ട് ഞാൻ മടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വിഷു എനിക്ക് വീട്ടിലേക്ക് പോകണം, ഇവിടെ വന്ന് കിടന്നുറങ്ങാമല്ലോ. അതെങ്ങനെ വിചാരിച്ചാൽ ഇങ്ങോട്ട് പോകുന്നിനി. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. 16-ാം തീയതി റിട്ടയറായിട്ട് അങ്ങോട്ട് പോകണം. വെറുതെ വന്നെയാന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് വന്നിട്ടില്ലോ. അപ്പോൾ പിന്നെ പ്രാവശ്യം വരാച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഈ മാസം ലാസ്റ്റ് ഒന്നും കൂടി വരാണ്ട്. അപ്പോൾ ശരി, ടാറ്റ. ഞാൻ പോയി നോക്കട്ടെ.